ഇതുണ്ടോ, സ്വർണ്ണപ്പനെ പിടിച്ച് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു കണ്ടോ. സ്വർണ്ണപ്പൻ്റെ 10 പൈസ ഇല്ല. അവിടെ പോയി ക്യാമറ കണ്ടു വണ്ടി വിട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ശ്രീരാമ ക്ഷേത്രം കഴിഞ്ഞിട്ടാണ് ശ്രീ ഹനുമാൻ ഗർഹി ക്ഷേത്രമേ. അവിടുന്ന് ഇങ്ങനെ വന്നപ്പോ ഇവിടുത്തെ ഒരു തിരക്കുണ്ട്. ഇതെപ്പോ ഇനിയും കണ്ടിറങ്ങുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് കയറിക്കൊണ്ട് കണ്ടിട്ട് പോരാമേ. ഓക്കെ ഗൈസ്, ഭയങ്കരമായ തിരക്കാ, ഒരു രക്ഷയില്ല. ഇതുണ്ടോ, പൊന്നോ തിരക്ക്. ആളെ നോക്കി ഉണ്ടോ, കുറെ നടക്കാറുണ്ടേ. ക്ഷേത്രം കണ്ടോ, ശ്രീ ഹനുമാൻ ഗർഹി ക്ഷേത്രം. അതെ, ഇങ്ങനെ ഒരു ക്ഷേത്രത്തിലും പോയിട്ടില്ല ഈ ഒരു തിരക്കില്. ഇടത്ത സൈഡിൽ കൂടെ കയറി വന്ന കാര്യമായി ഇല്ല, മണിക്കൂർ അവിടെ കിടക്കേണ്ടി വന്നു. ജയ് ശ്രീരാം. സ്വർണ്ണപ്പൻ എന്ത് ചെയ്യും? ഇവിടെ മൊബൈലൊന്നും വിഷയമില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ? ഉണ്ടോ? അകത്തോട്ട് ചെല്ലുമ്പോൾ ഓഫ് ചെയ്യാൻ പറയുമെന്ന് അറിയില്ല. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചില ചരിത്രം കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. രാമജന്മഭൂമിക്കടുത്താണ് ഹനുമാൻ ഗർഹി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യം അനുസരിച്ച് രാവണനെ പരാജയപ്പെടുത്തിയ ശേഷം ശ്രീരാമനും സീതയും ഹനുമാനും ശ്രീരാമൻ്റെ ജന്മസ്ഥലമായ അയോധ്യയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ രാമകോട്ടയെ സംരക്ഷിക്കാൻ ഹനുമാൻ അയോധ്യയിലെ ഒരു ഗുഹയിൽ താമസിച്ചു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇവിടെ വിക്രമാദിത്യൻ രാജാവ് ഒരു ഹനുമാൻ ഗർഹി ക്ഷേത്രവും നിർമ്മിച്ചു. എന്നാൽ ഔറംഗസേബ് ഹനുമാൻ ഗർഹി നശിപ്പിച്ച് ഒരു പള്ളി പണിഞ്ഞു. പിന്നീട് ബൈരാഗ് എന്ന് പറയുന്ന രാജാവ് ഭൂമി കൈവശപ്പെടുത്തുകയും അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു. ചില മുസ്ലിങ്ങൾ കരുതിയത് ഹനുമാൻ ഗർഹി ഒരു പള്ളിയുടെ മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. അതിനാൽ തന്നെ അത് അവർ പലപ്പോഴും തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതെല്ലാ പ്രാവശ്യവും പരാജയപ്പെട്ടു. അതുപോലെ തന്നെ ചരിത്രകാരന്മാർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അയോധ്യ ക്ഷേത്ര തർക്കത്തിനല്ല 1855 തർക്കമുണ്ടായത്, മറിച്ച് ഹനുമാൻ ഗർഹി ക്ഷേത്രത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. രാമനവമി ദിവസം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പിന്നെ ഉണ്ട് വീണ്ടും കണ്ടേ, വീണ്ടും അങ്ങോട്ട് പോകണം.
തിരക്കുണ്ടോ? ഓ ഭവാനി, ഓ ഹനുമാൻ ഗഡി. ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഉണ്ടോ? ക്ഷേത്രത്തിൽ കയറിട്ടെ അതുവഴി കയറി റൗണ്ട് ചെയ്തിട്ട് ഇതുവഴി നമ്മൾ ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പൊ ചെരുപ്പ് കിട്ടുമെന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും കയറി വരുമ്പോഴത്തെ ആവേശമൊന്നും ഇറങ്ങി പോകുമ്പോ ഇല്ല. അതാണ് അതിന്റെ കാര്യം. എന്തോ തിരക്കാ. എന്നിട്ടോ അവര് നൈസായിട്ടേ അധികം പോലീസോ ഫോഴ്സോ ഒന്നും ഇല്ലാതെ അവര് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതൊരു ഭയങ്കര വിജയം തന്നെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് ഇവർക്ക് വേറൊന്നുമില്ല, ഭക്തി മാത്രം. അവര് വരുവോ കാണുമോ തൊഴുവോ അവര് പോകും, അത്രേ ഉള്ളൂ.